എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിൽ ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്ക് 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ജോലി അവസരമുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് കീഴിൽ ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്കാണ് ജോലി അവസരമുള്ളത്. തസ്തികയുടെ പേര് സെക്യൂരിറ്റി അസിസ്റ്റൻറ്റ് ഓർ എക്സിക്യൂട്ടീവ് ആണ്. ഇതിനു മുമ്പ് സെൻട്രൽ ഇൻ്റലിജൻസ് ഓഫീസർ തസ്തികയിലേക്കും അപേക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഡിഗ്രിയാണ് യോഗ്യത വേണ്ടത്. അതിലും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം തസ്തിക വരുന്നത് സെക്യൂരിറ്റി അസിസ്റ്റൻറ്റ് ഓർ എക്സിക്യൂട്ടീവ് ആണ്. ഇവിടെ വേക്കൻസിയും സബ്സിഡറി ബ്യൂറോയും കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ വരുന്നത് തിരുവനന്തപുരത്താണ്. ലോക്കൽ ലാംഗ്വേജ് മലയാളമാണ് വരുന്നത്. ആകെ വേക്കൻസി 334 ആണ്. അൺറിസർവ്ഡ് 183, OBC 94, SC 21, ST 2, EWS 34 എന്നിങ്ങനെയാണ് വേക്കൻസി വരുന്നത്. ആകെ മൊത്തം 4987 വേക്കൻസിയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഇനി ഡീറ്റെയിൽസ് നോക്കാം. തസ്തികയുടെ പേര് സെക്യൂരിറ്റി അസിസ്റ്റൻറ്റ് ഓർ എക്സിക്യൂട്ടീവ് ആണ്. ഗ്രൂപ്പ് C, നോൺ ഗസറ്റഡ് നോൺ മിനിസ്റ്റീരിയൽ പോസ്റ്റാണ്. ശമ്പളം ലഭിക്കുന്നത് 21,700 മുതൽ 69,100 വരെയാണ്. കൂടാതെ എല്ലാവിധ അലവൻസും ലഭിക്കുന്നതായിരിക്കും. യോഗ്യത വേണ്ടത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. അതുപോലെ തന്നെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. നിങ്ങൾ ഏത് സ്റ്റേറ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ സ്റ്റേറ്റിൻ്റെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. അതുപോലെ തന്നെ ലോക്കൽ ലാംഗ്വേജിൻ്റെ നോളജ് ഉണ്ടായിരിക്കണം. കേരളത്തിൽ മലയാളം ആയതുകൊണ്ട് തന്നെ മലയാളത്തിൻ്റെ നോളജ് ഉണ്ടായിരിക്കണം. ഇതാണ് യോഗ്യത വേണ്ടത്. ബേസിക് ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ഇനി ഫീൽഡ് എക്സ്പീരിയൻസ് ഇൻ ഇൻ്റലിജൻസ് വർക്കുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. പ്രായപരിധി 18 മുതൽ 27 വരെയാണ്. കൂടാതെ SC ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും OBC കാറ്റഗറിക്ക് 3 വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട്. OBC, SC ST, EWS, ESM കാറ്റഗറിക്കൊക്കെ റിസർവേഷനുണ്ട്. റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവർ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. സെലക്ട് ആവുന്ന ക്യാൻഡിഡേറ്റ്സിന് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റിംഗ് വരാവുന്നതാണ്. അങ്ങനെ താല്പര്യമുള്ളവർ മാത്രം അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. ടയർ 1 എക്സാം വരുന്നത് ഓൺലൈൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. സബ്ജക്ട്സ് ജനറൽ അവെയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ന്യൂമറിക്കൽ ഓർ അനലിറ്റിക്കൽ ഓർ ലോജിക്കൽ എബിലിറ്റി ആൻഡ് റീസണിങ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ജനറൽ സ്റ്റഡീസ് ആണ്. ടോട്ടൽ 100 മാർക്കിനാണ്. ടയർ 2 വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പാണ്. റിട്ടൺ എക്സാമിനേഷനാണ് വരുന്നത്. ട്രാൻസ്ലേഷൻ ആയിരിക്കും വരുന്നത്. ലോക്കൽ ലാംഗ്വേജിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷിൽ നിന്ന് ലോക്കൽ ലാംഗ്വേജിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാനായിരിക്കും വരുന്നത്. അതായത് ഇംഗ്ലീഷിൽ തരുന്ന പാസേജ് മലയാളത്തിലോട്ട് മാറ്റുക, മലയാളത്തിൽ തരുന്ന പാസേജ് ഇംഗ്ലീഷിലോട്ട് മാറ്റുക. ഇതായിരിക്കും എക്സാമിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. 50 മാർക്കിനാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റും ഉണ്ടായിരിക്കും. അതും 50 മാർക്കിനാണ്. ഇതാണ് എക്സാമിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. ഇനി എക്സാം സെൻറ്റർ എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. കേരളത്തിൽ എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ ജില്ലകളിൽ വെച്ചിട്ടാണ് എക്സാം നടക്കുന്നത്. ടയർ 2 എക്സാമിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും ഒക്കെ തന്നെ ഡേറ്റും ടൈമും സെൻറ്ററും ഒക്കെ നിങ്ങളെ മെയിൽ വഴി അറിയിക്കുന്നതായിരിക്കും. ഫൈനൽ സെലക്ഷന് മുമ്പ് ക്യാരക്ടർ ആൻഡ് ആൻറ്റിസിഡൻറ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടായിരിക്കും. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 17 ആണ്. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഒന്നുകിൽ www.mha.gov.in അല്ലെങ്കിൽ www.ncs.gov.in. ഇതിലേതെങ്കിലും ഒരു സൈറ്റ് വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് വാലിഡായിട്ട് ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. സിഗ്നേച്ചർ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്.
ഫോട്ടോ ID പ്രൂഫ് ഉണ്ടായിരിക്കണം. 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റും മാർക്ക് ഷീറ്റും ഉണ്ടായിരിക്കണം. +2ൻ്റെയും ഡിപ്ലോമയുടെ ഡിഗ്രിയുടെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ എക്സാമിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ആപ്ലിക്കേഷനകത്ത് കൊടുത്ത സെയിം ഫോട്ടോഗ്രാഫ് കയ്യിലുണ്ടായിരിക്കണം. നിങ്ങളുടെ ID പ്രൂഫും കൂടെ കൊണ്ടുപോകേണ്ടതാണ്. ഇനി എക്സാം ഫീസ് എത്രയാണെന്ന് നോക്കാം. എക്സാം ഫീസ് വരുന്നത് 550 രൂപയാണ് എക്സാം ഫീസ് വരുന്നത്. ഇനി അൺറിസർവ്ഡ് EWS OBC കാറ്റഗറിയിലെ മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 650 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടത്. ഇവിടെ ഓരോ സർട്ടിഫിക്കറ്റിൻ്റെയും ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതനുസരിച്ചാണ് സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. അപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ ഇൻ്റലിജൻസ് ബ്യൂറോയിൽ ജോലി അവസരമുണ്ട്. താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.